സഹായിക്കുവാൻ എല്ലാവരും ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ കടന്നു വന്ന എന്ത് ആവശ്യം വന്നോ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഇത് 6 ദിവസം ആരാധനകളുണ്ട്, 6 കുടുംബങ്ങളായിട്ട് അവിടെ കുടുംബങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരാളമായി കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് കുടുംബജീവിതങ്ങളെ ക്രമീകരിക്കുന്നത് സാക്ഷ്യത്തോടെ അനുഗ്രഹമായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെയുള്ള നന്മ നമുക്ക് എല്ലാവർക്കും സമൃദ്ധിയായി ലഭിക്കും. ദൈവത്തിന്റെ സദയിൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യാചിക്കുന്ന ഏവർക്കും നിങ്ങൾ തരുവാൻ മതിയായതാണ്. ഇന്ന് അതിനെ സുസ്ഥിതിയെ സാക്ഷിക്കാൻ നിൽക്കുന്ന ദാസ്മാരും ഭാര്യയും 2 മക്കളുമാണ്. അവർ നമ്മളെ സാക്ഷ്യത്തോടെ കേൾക്കാൻ ഓരോന്നും ഒരു മിനിറ്റ് പോലും നഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദാസ്മാന് ഉത്തമാനൊപ്പം അവൻ പ്രയാസത്തിലായിരുന്നു, രോഗിയായ സൗഖ്യമായി. അതിന്റെ ഒരു നേർച്ചയായിട്ട് പിടിപ്പണ സ്തോത്രം വന്നിട്ടുണ്ട്. അതിനെ ക്ഷണിക്കുന്നു. സാക്ഷി പറയും വെളിപ്പെടാൻ അർപ്പിച്ച ദൈവത്തെ സ്തുതിക്കാൻ. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ. പൈതൽക്ക് ഒരു ഗവൺമെന്റ് ജോലി ലഭിച്ച് സന്തോഷിക്കാനുള്ള അവസരം ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഒട്ടും താമസിയാതെ അത് സംഭവിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനവസരം സാറിന് 2025 ആദ്യം നമുക്ക് എല്ലാവർക്കും 2006 തുടക്കം നമുക്ക് സന്തോഷിക്കാനുള്ള അതുപോലെ എനിക്ക് അനേകം നന്മകളും അനുഗ്രഹങ്ങളും ദൈവം 2025 നൽകി. അതുപോലെ ചെറിയ കഷ്ടതകളൊക്കെ ജീവിതത്തിൽ വന്നു. അപ്പോഴേക്ക് ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ പ്ലസ് പഠനമൊക്കെ ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചു. എനിക്കത് കംപ്ലീറ്റ് ആക്കി ഒരു വിഷയം പോലും തോൽക്കാതെ നല്ല രീതിയിൽ മാർക്കോടെ ജയിച്ച് ഡിഗ്രിയിലോട്ടൊക്കെ പ്രവേശിക്കാൻ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ലൈസൻസ് എടുത്തൊരു വായിക്കാനൊക്കെ സഹായിച്ചു. അവിടെയൊക്കെ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചു. പറയുന്നു. അതുപോലെ 3 മാസം മുമ്പ് ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോയി. ഒരു കാലിൽ തട്ടി കിട്ടി. സാധാരണ കിട്ടണ പോലെ കിട്ടി. പക്ഷെ അത് അന്ന് വലിയ കാര്യമാക്കില്ല. എന്നെ തടവി പ്രാർത്ഥിച്ചു. പക്ഷെ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലിൽ വേദന വെച്ച് ആശുപത്രിയിൽ പോയി. അത് മുട്ടുവരെ ഇൻഫെക്ഷനായി പഴുത്തു. നമ്മളറിഞ്ഞില്ല, പിന്നീടാണ് അറിഞ്ഞതൊക്കെ. അങ്ങനെ ഡോക്ടറൊക്കെ നമ്മൾ അഡ്മിറ്റായി ഡോക്ടർ പറഞ്ഞു മുട്ടുവരെ പഴുത്തു. അത് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരും, കാല് മൊത്തത്തിൽ കീറി പിടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ പോലെ അത്ര കീറാതെ ചെറിയ രീതിയിലേക്ക് അവിടെയൊക്കെ ദൈവന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല വേദനയും കാര്യങ്ങളൊക്കെ അതോടൊപ്പം ടെൻഷനുണ്ടായിരുന്നു. കഴിഞ്ഞ 22 ദിവസം ആശുപത്രി കടന്നു. വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് നേരെ പഴുപ്പൊക്കെ പൂർണ്ണമായി മാറിയെങ്കിലും നീരും കാര്യങ്ങളൊക്കെ മാറാത്തതുകൊണ്ട് ഉള്ളും പുറത്തുമില്ല. അങ്ങനെ കാഞ്ഞിരംകുളത്ത് ആശുപത്രി പോയി. അവിടെ പോയി ഒരു 2-3 പ്രസംഗക്കായപ്പോൾ ഒരുവിധം കുറഞ്ഞു പോയി. എന്നാലും നീര് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി. ഞാൻ വീട്ടിൽ വന്ന ദിവസങ്ങളിൽ സാറിനെ കൂടി പ്രാർത്ഥിച്ചു. ചേച്ചി അമ്മാമയ്ക്ക് എന്റെ വീട്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് വന്ന് എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയുണ്ടായി. എന്റെ വിഷയം വെച്ചിരിക്കും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ ദിവസം ആശുപത്രി പോയാലും നീരൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് പറയാൻ അനുഗ്രഹിച്ചു. അവിടേക്ക് ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന സാധനം പ്രാർത്ഥിച്ചതിന് ചേച്ചി അമ്മ വേണ്ടി ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അതിപ്പോ പൂർണ്ണമായിട്ട് മാറി. എന്നാലും ചെറിയ രീതിയിലുള്ളൊരു പുറക്കാനുണ്ട്. അതായത് പൂർണ്ണമായി സൗഖ്യം വന്ന് പഴയതിനെ കാട്ടുന്ന ആരോഗ്യത്തോട് നടക്കുവാൻ
നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഈ വർഷം ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. സാറിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കാൻ ഞാൻ മുമ്പിൽ ഇനി സാക്ഷി നിർത്തി കഷ്ടത വരുമ്പോൾ ദൈവത്തെ പിടിച്ച് ജയിക്കണം. നന്മ വരുമ്പോൾ മാത്രം ദൈവത്തെ പിടിക്കാതെ കഷ്ടത വന്നാൽ ദൈവത്തെ മറക്കാതെ കൂടെ നടത്തണം. യോബ് ഒരു കഷ്ടത വന്നപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു. ഒരു കഷ്ടത വന്നാലും അതിനെക്കാട്ടും ഇരട്ടിയായിട്ടുള്ള അനുഗ്രഹം യോബിന് കൊടുത്തു. അതുപോലെ എനിക്ക് ദൈവത്തെ വിശ്വസിക്കുന്നു. സാറ് പറഞ്ഞത് ദൈവം ഒരു ജോലി കിട്ടുവാൻ കിട്ടി. ഞാൻ നേർച്ചയൊക്കെ സാർ പറഞ്ഞിട്ടുണ്ട്. ആ നേർച്ചയൊക്കെ എനിക്ക് പ്രവർത്തിക്കാൻ നിങ്ങളെ എനിക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ ഈ വർഷം നല്ലൊരു വർഷമായിട്ട് മാറുവാനും നിങ്ങളെല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ അമ്മയും മക്കളും ചേച്ചിയൊക്കെ പ്രാർത്ഥിക്കണം. ചേച്ചി പരീക്ഷയ്ക്ക് പഠിച്ചു വരികയാണ്. എനിക്കും ഡിഗ്രി പരീക്ഷ വരികയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോ നടക്കാനൊക്കെ ഇപ്പം കുഴപ്പമില്ലാതെ നടക്കുന്നു. നടക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. കഴിവില്ലാതെ അതൊക്കെ ദൈവം ഈ പൂർണ്ണമായിട്ട് മാറ്റി പഴയതിനെക്കാട്ടും ആരോഗ്യത്തോടെ സുന്ദരകാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കുവാൻ ഇനിയും സാക്ഷി പറയുമ്പോൾ നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കാം. സാറിനെ ഒന്ന് ജയിച്ചേച്ചി എല്ലാവർക്കും പ്രാർത്ഥന. എന്റെ വീട്ടില് കുറച്ച് പേര് എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇനിയും ദൈവത്തെ ജീവിക്കാൻ നമ്മൾ എല്ലാവരും എനിക്കൊരു പ്രാർത്ഥിക്കണമെന്നാണ് സംശയം. കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്ന അതേ അനുഗ്രഹം ആ പൈതലിന്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. അവന് ദീർഘായുസ്സുണ്ടായിരുന്നു. എല്ലാ വഴികളും തോക്കാനും നിൽപ്പാൻ ദൈവം അവനെ ശക്തിയും അതിനൊരു സംശയമുണ്ട്. അതാണ് ഈ സങ്കടത്തിന്റെ കാരണം. നമ്മുടെ മുമ്പിലല്ല ദൈവസംഘടന കരഞ്ഞത്. എളിയാൻ വേണ്ടത് നമ്മൾ എല്ലാ കാലവും പ്രാർത്ഥിക്കും. ദൈവം സുഖവും ദീർഘായുസ് നൽകണം. ലഭിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ പരീക്ഷയിലുള്ള ഇനി തുടർന്നുള്ള ഇന്റർവ്യൂ പരീക്ഷയുണ്ട്. അതിനനുസരിച്ച് അവന് ജോലി കിട്ടും. ചില നേർച്ചകളൊക്കെ അവനുണ്ട് പ്രാർത്ഥന. അങ്ങനെ അതൊക്കെ ചെയ്യാൻ സുഖവും ഫലവും ദീർഘായുസും കൊടുത്ത് കുടുംബമായി അനുഗ്രഹിക്കണം. നമ്മുടെ പ്രാർത്ഥനയിലെ ഒരു ദൈവവേദനായി ദീർഘായുസോടെ ഇരിക്കാൻ വെച്ചു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിക്കും. ശത്രുവിന്റെ നോട്ടങ്ങളിൽ നിന്ന് വിളിച്ച് കാക്കണം. യാതൊന്നും വരാതെ കാത്തുവേണം. പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. ഒരു ദൂതനെ അയച്ച് കാത്തുവരും. കാൽ തല്ലേക്ക് എത്തിപ്പോകാതിരിക്കും. പിന്നെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വലിയ സംരക്ഷണം 91-ാമത്തെ സംഗീതത്തിൽ പറയുന്ന വലിയ രക്ഷ പൈതൽ നൽകണം. ഒരു വീഴ്ചയും കൂടാതെ കരഞ്ഞതും മതി. കരച്ചിനൊക്കെ ഉപയോഗിക്കണം. കർത്താവിന് ശക്തി ദീർഘായുസ്സോടെ കാക്കണം. സാക്ഷികൾ എല്ലാവർക്കും സങ്കടവും പ്രയാസവും ഉണ്ടായി. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മക്കൾക്ക് വരുമ്പോൾ ഇതുപോലെ അർത്ഥങ്ങളും മുഖങ്ങളുണ്ട്. എങ്കിലും കർത്താവ് വിടുവിച്ച് നിർത്തുവാൻ മതിയായ ദൈവമാണ്. കുടുംബത്തിന്റെ കണ്ണീരങ്ങനെ ദാസ്കുമാരുടെ കണ്ണീര് ശാലിനിയുടെ ഒക്കെ ഒരുപാട് കരഞ്ഞ് സങ്കടപ്പെട്ട കുടുംബമാണ്. അവിടെ സാക്ഷിയാണ് നമുക്ക് ലഭിക്കുന്നത്. തുടർന്നും സാക്ഷി എല്ലാ നന്മകളും തരട്ടെ. കേൾക്കാൻ ശ്രദ്ധയോടെ. ഞാൻ നിന്നെ കൈവിടുമോ?